ഹലോ, വെൽക്കം ടു ടാസ്ക് ടൈം. ഞാനിന്ന് റോൾഡ് ഓട്സ് കൊണ്ടുള്ള ഒരു ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റ്സ് അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം നിങ്ങൾക്ക് കിട്ടുന്ന കളർ ഇട്ടാൽ മതി, എനിക്കിതുള്ളതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഓട്സ് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ചൂടാക്കും. ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കും, കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ചൂടാക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി ക്യാരറ്റും ചിലർക്ക് ചീകി ഇടുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കഷ്ണിച്ചിടുന്നതായിരിക്കും. എനിക്ക് കഷ്ണമായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം, കഴിക്കാൻ ഇഷ്ടമാണ്. ഇനി ഈ നമ്മുടെ ഹാർട്ടിനും ഹെൽത്തിനും ദഹനത്തിനും ഒക്കെ നമ്മുടെ ഈ റോൾഡ് ഓട്സ് നല്ലതാണ്. അതിൽ ഫൈബർ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ LDL എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളാണ്, അത് കുറയ്ക്കാൻ സഹായിക്കും. നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനും നല്ല രീതിയിൽ ഡൈജസ്റ്റിനും സഹായിക്കും. പിന്നെ ക്യാരറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്, വൈറ്റമിൻ A ഉള്ളതുകൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഒത്തിരി അത് സഹായിക്കും. അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടെയാണ്. പിന്നെ ഈ ക്യാപ്സിക്കം, ഈ വൈറ്റമിൻ C അതിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ശേഷി ഒത്തിരി വർദ്ധിപ്പിക്കും. വൈറ്റമിൻ B6 ഉണ്ട്. ചുവന്ന ക്യാപ്സിക്കത്തിലാണ് ഈ ബീറ്റ കരോട്ടിൻ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഒത്തിരി ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോഴത്തേനും ഫൈബറുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളൊന്ന് ചെറുതായി ചൂടാക്കിയിട്ട് അത് മാറ്റിയിട്ട് കുറച്ചൊരു എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ച് അതിലോട്ട് നമ്മൾ ഈ ഓട്സിന് എടുത്തിട്ടിട്ട് ഒരു ഗ്ലാസ് ഓട്സിന്, ഇപ്പം നല്ല ഒറ്റയായിട്ട് വന്നിട്ട് അങ്ങനെ കഴിക്കാനായി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ഗ്ലാസ് ഓട്സിന് ഒരു 1.25 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. അതല്ല, പിള്ളേരും വയസ്സായവരും ഉണ്ട്, അവർക്കും കൂടെ കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചേച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞ് ക്യാരറ്റ് ഇടുക, എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിതിൽ ഒരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കാരണം ക്യാപ്സിക്കം, ക്യാരറ്റ്, ഓട്സ് ഒക്കെ ആകുമ്പോൾ അതൊരു മധുരം ഉള്ള ഒരു ഇതാവും. അപ്പോൾ എനിക്ക് ഇത്തിരി എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് അതും ഞാൻ ഇട്ടുണ്ടാക്കും. എന്നിട്ട് ചൂടോടുകൂടി കഴിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞുവല്ലോ, ഹാർട്ടിന് നല്ലതാണ്, പ്രതിരോധ ശക്തി നന്നായിട്ട് ഉണ്ടാകും, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഊർജ്ജം നമുക്ക് എപ്പോഴും ഉണ്ടാകും. എണ്ണ കുറവായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരോഗ്യമല്ലാത്ത കുഴപ്പമൊന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി പാത്രത്തിലെടുത്ത് ചൂടോടെ കഴിക്കുക. വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പഴമാകാം. ഇനി ആരോഗ്യം നോക്കുന്നവരാണെങ്കിൽ പകുതി പഴം കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണേ. താങ്ക് യു സോ മച്ച്.